നേപ്പാളിലുണ്ടായ ഭരണമാറ്റത്തെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുന്നു എന്നൊരു സംശയം നമുക്ക് വളരെ നേരത്തെ തന്നെ തോന്നിയിരുന്നു. 2 ദിവസം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതുമാണ്. നിരവധി പ്രേക്ഷകരും ഇതേ അഭിപ്രായം തന്നെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് നേപ്പാളിലെ പുതിയ സർക്കാർ നയതന്ത്രപരമായ ഒരു വലിയ തുടക്കത്തിനാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇപ്പോൾ ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഇദ്ദേഹം വരുന്നതിന് തൊട്ടു മുമ്പ് നേപ്പാളിലെ ഭരണകക്ഷി പാർട്ടിയുടെ ചെയർമാൻ ഇന്ത്യയിലേക്ക് വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഇന്ത്യയിലെ മറ്റു ഉയർന്ന നേതാക്കൾ, BJPയിലെ ഉയർന്ന നേതാക്കൾ BJPയുടെ കാര്യാലയത്തിൽ സന്ദർശനം നടത്തുന്നു. വലിയ കൂടിക്കാഴ്ചകളും ചർച്ചകളും നടക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് റിസൾട്ട് ആ സന്ദർശനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ആ ശിശിർ ഖനാൽ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുൻകാലങ്ങളിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉന്നതതല ചർച്ചകളിൽ 1950-ലെ സമാധാന സൗഹൃദ കരാർ, കാലാപാനി, ലിബുലേഖ് തുടങ്ങിയ അതിർത്തി തർക്കങ്ങൾ, EPG റിപ്പോർട്ട് തുടങ്ങിയ പഴയ പ്രശ്നങ്ങളാണ് എപ്പോഴും ഉയർന്നു വന്നിരുന്നത്. KP ശർമ്മ ഒലിയെ പോലെ ചൈനീസ് പക്ഷക്കാരനായിട്ടുള്ള ഒരാള് നേപ്പാളിൽ പ്രധാനമന്ത്രി ആയപ്പോൾ സ്വാഭാവികമായി അത് വർദ്ധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിലപാട് ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കെട്ടിപ്പൊക്കുക എന്നതിലായിരുന്നു. ഇന്ത്യ നേപ്പാൾ ബന്ധത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. നേപ്പാളിൽ അധികാരത്തിലെത്തിയിരിക്കുന്ന പുതിയ ഭരണകൂടം അല്ലെങ്കിൽ പുതിയ സർക്കാർ ആ പഴയ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെക്കാൻ തീരുമാനിക്കുകയാണ്. പകരം ഇന്ത്യയുമായി സഹകരിക്കുന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച നടത്തുന്നത്. നേപ്പാളിലെ വിദേശകാര്യമന്ത്രി ഖനാലിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: പഴയ ഭാരങ്ങളൊന്നും ചുമക്കാതെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയും അയൽക്കാരനുമായ ഇന്ത്യയുമായി തികച്ചും മാതൃകാപരമായ ഒരു ബന്ധം കെട്ടിപ്പൊക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ ഭൗമ രാഷ്ട്രീയത്തിന്റെ അനാവശ്യമായ സംശയ കണ്ണുകളിലൂടെ ന്യൂഡൽഹിയെ നോക്കിക്കാണാൻ നേപ്പാൾ ആഗ്രഹിക്കുന്നില്ല എന്ന വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും സാംസ്കാരികമായിട്ടുള്ള ബന്ധവും എടുത്തു പറയുകയും ചെയ്തു അദ്ദേഹം. ഇന്ത്യയും നേപ്പാളും ഒരേ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അതായത് ഒരേ കൾച്ചറിന്റെ ഭാഗമാണ്. അത്രയും അടുപ്പമുള്ള 2 രാജ്യങ്ങളാണ്. നേപ്പാളിലുണ്ടായ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ഏറ്റവും ഉയർന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിത്. ന്യൂഡൽഹിയിലെത്തിയ നേപ്പാൾ വിദേശകാര്യമന്ത്രി ആദ്യം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. പ്രാദേശിക സുരക്ഷാ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയായിട്ടുണ്ട്. തുടർന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറുമായിട്ട് അദ്ദേഹം വിശദമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഈ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് നേപ്പാളിലെ ഭരണകക്ഷിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ചാനെ ഇന്ത്യയിൽ വന്നതും മോദിയെ കണ്ടതും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നേപ്പാളിലെ പുതിയ ഭരണകൂടം ഒരു പ്രോ ഇന്ത്യൻ നിലപാടിലേക്ക് മാറുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാരിന്റെയും നേപ്പാളിൽ പുതുതായി അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ സർക്കാരിന്റെയും ലക്ഷ്യങ്ങൾ പരസ്പരം ഒത്തുപോകുന്നതാണ് എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും നേപ്പാളിന്റെ വിദേശകാര്യമന്ത്രിയും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിർത്തി കടന്നുകൊണ്ടുള്ള ജലവൈദ്യുത പദ്ധതികളും ജലവിഭവ മാനേജ്മെന്റും വേഗത്തിലാക്കുക, ഗതാഗത സൗകര്യങ്ങളും ഡിജിറ്റൽ കണക്ടിവിറ്റിയും കൂടുതൽ ശക്തമാക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IT, സ്റ്റാർട്ടപ്പ് മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കി സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക, ഇതെല്ലാം ഇപ്പോൾ ധാരണയിലായിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയൽപക്കത്തിന് മുൻഗണന എന്ന നയമാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്നത്. നേപ്പാളിലെ മുൻകാല രാഷ്ട്രീയ അസ്ഥിരതകൾ ഈ നയത്തിന് എന്നും ഒരു തടസ്സമായിരുന്നു. എന്നാൽ പഴയ സംശയങ്ങൾ മാറ്റിവെച്ചുള്ള നേപ്പാളിന്റെ ഈ പുതിയ സമീപനം ഇന്ത്യയെ ഒരു ഭീഷണിയായല്ല, മറിച്ച് തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു അവസരമായിട്ട് അവർ കാണുന്നു എന്നതിന്റെ തെളിവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പുതിയൊരു തലത്തിലേക്ക് മാറ്റാനുള്ള മികച്ച അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും പറയുന്നത്. ഇതില് എനിക്ക് ഏറ്റവും ആശ്ചര്യമായി തോന്നിയ കാര്യം, നിലവിൽ നേപ്പാളിൽ അധികാരത്തിലെത്തിയിരിക്കുന്ന പാർട്ടി ചൈനയോട് വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇന്ത്യയും ചൈനയും ഒരുപോലെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇവർ ശ്രമിച്ചിരുന്നത്, നേപ്പാളിലെ ഭരണകൂടങ്ങൾ. ഇവിടെ ഈ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, നേപ്പാൾ ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങളുടെ കാരണക്കാര് ബ്രിട്ടൻ ആണ് എന്ന് നേപ്പാളിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് ബ്രിട്ടനുമായി ഈ വിഷയം സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ
മൂന്നാമതൊരു കക്ഷിയെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള നേപ്പാളിന്റെ ശ്രമമാണോ എന്നായിരുന്നു നമുക്ക് എല്ലാവർക്കും തോന്നിയത്. ഇന്ത്യയിലെ വിദഗ്ധരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ആദ്യം അതിനെ ചൂണ്ടിക്കാണിച്ചത്. കൈലാസ യാത്രയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയും ചൈനയുമായിട്ട് ആ വിഷയം സംസാരിച്ചു എന്ന് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് അത് വീണ്ടും നമുക്ക് സംശയം തോന്നി, ഇപ്പോഴത്തെ ഭരണകൂടം ഇന്ത്യ വിരുദ്ധരാണോ എന്ന്. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് തെളിയിക്കുകയാണ്. ഇപ്പോൾ നേപ്പാളിലെ ഭരണകൂടത്തിന്റെ ഒരു നീക്കം പരിശോധിക്കുമ്പോൾ അവരുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ കൈവശം നമ്മുടെ കുറെ സ്ഥലങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ കൈവശം ഇന്ത്യയുടെ കുറെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. കാരണം ഇന്ത്യയും നേപ്പാളും തമ്മിൽ വലിയ അതിർത്തിയുണ്ട്. പലപ്പോഴും ഈ അതിർത്തിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നദി വഴിമാറി ഒഴുകലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മാറും. മാത്രമല്ല കൃഷിയുടെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ ഇന്ത്യക്കാർ അവരുടെ പ്രദേശത്ത് കയറി കൃഷി ചെയ്യും, അവർ ഇങ്ങോട്ട് കയറി കൃഷി ചെയ്യുന്നൊക്കെ ഉള്ള സംഭവങ്ങൾ ഉള്ളതായി കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അതിർത്തിക്കിടയിൽ അങ്ങനെ ശത്രുതയൊന്നുമില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ നേപ്പാളിലെ പ്രധാനമന്ത്രി അത് പറഞ്ഞത് KP ശർമ്മ ഒലി സർക്കാർ ഇന്ത്യ നേപ്പാളിന്റെ സ്ഥലങ്ങൾ കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തി ഇന്ത്യ വിരുദ്ധത സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊന്ന് മയപ്പെടുത്താനാണ് എന്ന് ആണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇന്ത്യ മാത്രമല്ല, നേപ്പാളിന്റെ കയ്യിൽ ഇന്ത്യയുടെ സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ അതിർത്തിയിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്ന ധാരണ ആളുകൾക്കുണ്ടാവും. അതായിരിക്കണം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലെ കാരണമെന്നാണ് തോന്നുന്നത്. കാരണം KP ശർമ്മ ഒലിയുടെ പാർട്ടി അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു പാർലമെന്റിൽ. ഇപ്പോഴത്തെ നമ്മുടെ നേപ്പാൾ പ്രധാനമന്ത്രി ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തിയത് ഇന്ത്യയിലാണ്. നമ്മളത് മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യ എന്താണെന്ന് നന്നായിട്ട് അറിയാം, ഇന്ത്യയിൽ പഠിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം ഒരു ഇന്ത്യൻ അനുകൂല ഭരണകൂടമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ബാലേന്ദ്ര ഷാ ഭരണകൂടം ചൈനയോട് മുൻപുണ്ടായിരുന്ന സർക്കാരുകളെ പോലെ അമിതമായ അടുപ്പം കാണിക്കുന്നേ ഇല്ല. ഇതിപ്പോ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിമാരൊക്കെ ആയിരുന്ന ഇപ്പൊ KP ശർമ്മ ഒലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള പുഷ്പ കമൽ ദഹൽ അല്ലെങ്കിൽ പ്രചണ്ഡ, ഇവരുടെ ഒക്കെ സർക്കാരുകൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ബെയ്ജിംഗുമായിട്ട് സ്വാഭാവികമായ അടുപ്പവും താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായും അദ്ദേഹത്തിന്റെ പാർട്ടിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയും യുവാക്കളുടെ പിന്തുണയോടെ വന്ന ഒരു പ്രത്യയശാസ്ത്രത്തോടും കടുംപിടുത്തമില്ലാത്ത ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു തലമുറയുടെ പാർട്ടിയാണ്. അവർ ചൈനയോട് വലിയ അടുപ്പം ഇപ്പോൾ കാണിച്ചിട്ടില്ല. ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ചരിത്രമായിട്ടുള്ള ബന്ധം, ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ്, ഇതൊക്കെയാണ് തങ്ങളുടെ രാജ്യത്തിന് കൂടുതൽ ഗുണകരം എന്നാണ് ഇപ്പോഴത്തെ ഭരണകൂടം കരുതുന്നത്. ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും സംഭവിച്ച ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നേപ്പാൾ വലിയ പാഠം ഉൾക്കൊണ്ടിട്ടുമുണ്ട്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതി ഉൾപ്പെടെയുള്ളവ നേപ്പാളിനെ എന്നേക്കുമായിട്ട് ചൈനയുടെ മേൽ കടക്കണിയിലേക്ക് കൊണ്ടിടുമെന്നുള്ള ഭയം നിലവിലെ ഭരണകൂടത്തിനുണ്ട്. ഇന്ത്യയെക്കാൾ കൂടുതൽ നേപ്പാൾ അതിർത്തി പ്രശ്നം നേരിടുന്നത് ചൈനയിൽ നിന്നാണ്. നേപ്പാളിന്റെ ഒരുപാട് പ്രദേശങ്ങൾ ചൈന കയ്യേറുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് ഇന്ത്യയുടെ വിഷയത്തെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയത് ചൈനയെ സപ്പോർട്ട് ചെയ്യാനും ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാനുമായിരുന്നു. എന്നാൽ പുതിയ ഭരണകൂടം അതിനല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. അവരുടെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യയുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ വ്യക്തമാക്കിയതുപോലെ നേപ്പാളിന് അതിവേഗം സാമ്പത്തികമായി വളരണമെന്നുണ്ട്. ചൈനയുമായിട്ടുള്ള അവരുടെ അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയൻ മലനിരകൾ അതിർത്തിയാണ്. ആ ഒരു അതിർത്തിയാണ് അവിടെ ഉള്ളത്. അത് കടന്നുള്ള വ്യാപാരം ചിലവേറിയതും ബുദ്ധിമുട്ടേറിയതുമാണ്. എന്നാൽ ഇന്ത്യയുമായിട്ട് സമതല അതിർത്തിയാണ് നേപ്പാളിനുള്ളത്. അതുകൊണ്ട് തന്നെ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ ഇന്ത്യക്ക് കഴിയൂ. ചൈനയിലേക്ക് ഇത് കൊണ്ടുപോകാൻ തടസ്സമാണ്. ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് നീക്കവും വ്യാപാരവുമാണ് എല്ലാ അർത്ഥത്തിലും നേപ്പാളിന് എളുപ്പം ചൈനയെ അപേക്ഷിച്ച്. മാത്രമല്ല ഇന്ത്യയുടെ UPI സംവിധാനവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ചൈനീസ് ആപ്പുകളെക്കാൾ സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ നേപ്പാൾ കാണുന്നത്. ചൈനയെ പൂർണ്ണമായിട്ട് നേപ്പാൾ പിണക്കാനൊന്നും പോകുന്നില്ല. ഉറപ്പായിട്ടും ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ശ്രമിക്കും. പക്ഷെ പ്രയോറിറ്റി മാറുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ പ്രയോറിറ്റി ചൈനയായിരുന്നുവെങ്കിൽ ഇന്ന് പുതിയ ഭരണകൂടത്തിന്റെ പ്രയോറിറ്റി ഇന്ത്യയാണ് എന്നതിന്റെ തെളിവ് അവരുടെ പാർട്ടി നേതാവ് ഇന്ത്യയിൽ വരുന്നു, വിദേശകാര്യമന്ത്രി വരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ലാഭത്തിനും വളർച്ചയ്ക്കും എന്തുകൊണ്ടും ഇന്ത്യയുമായി സഹകരിക്കുന്നതാണ് നല്ലത് എന്ന് പുതിയ ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. അതായത് വളരെയധികം ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടത്തെ നേപ്പാളിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ചൈനീസ് അമിതമായ ഒരു അധിനിവേശം നേപ്പാളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സൗത്ത് ഏഷ്യയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റമാണത്. നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റുകൾ ചൈനയോട് കാണിച്ച ഒരു ആഭിമുഖ്യം, ഒരു വിധേയത്വം പുതിയ നേപ്പാൾ ഭരണകൂടം കാണിക്കാൻ സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ആ നിലയ്ക്ക് ഇന്ത്യയുടെ വലിയൊരു നയതന്ത്ര വിജയമോ നേട്ടമോ ആയിട്ട് പുതിയ ഭരണകൂടമായിട്ടുള്ള ഈ റിലേഷനെ നമുക്ക് കാണാൻ കഴിയും.
തീർച്ചയായിട്ടും ഇന്ത്യ നേപ്പാൾ റിലേഷൻ വളരെയധികം മെച്ചപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.